നമ്മുടെ ചുരിദാറിന്റെ വീഡിയോയാണ് സ്റ്റഡി. നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് യെല്ലോ ആൻഡ് ഒരു റെഡിന്റെ കോമ്പിനേഷൻ ആട്ടോ. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡ്സ് ആട്ടോ എല്ലാം. അപ്പൊ ഇത് ബാട്ടിക്കിന്റെ പ്രിന്റ് നമ്മൾ നോർമലി ചെയ്യാറുള്ള ഖാദി സിൽക്കിലല്ല ചെയ്തേക്കുന്നത്. മെറ്റീരിയൽ സെമി സിൽക്ക്, അതായത് സെമി ടസർ എന്ന് പറഞ്ഞു വരുന്ന ആ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ടസർ ഫിനിഷ് ചെയ്യുന്ന മെറ്റീരിയലിന് കിട്ടുകയും ചെയ്യും. ആ ഒരു ബാട്ടിക്കിന്റെ തന്നെ അത്യാവശ്യം നല്ല ഷെയ്ഡ്സ് ആണ്. കോമ്പിനേഷൻ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. നല്ല തെളിച്ചമുള്ള കളേഴ്സ് ആണ്. അങ്ങനെ ഡസ്റ്റി ടൈപ്പ് അങ്ങനത്തെ ഷെയ്ഡ്സ് അല്ല, എല്ലാം നല്ല തെളിച്ചമുള്ള കളേഴ്സ് ആണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ്, മസ്റ്റാർഡിനേക്കാളും കുറച്ചുകൂടെ നല്ല കളർ ആട്ടോ. ഇതിന്റെ കോമ്പിനേഷൻ നല്ലൊരു റെഡ് ആണ്. പിന്നെ ബോട്ടം റെഡ് കളർ തന്നെ. ഇത് വാഷ് ചെയ്യുന്ന കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്താൽ മതി. ഒത്തിരി പിഴിയരുത് കേട്ടോ, കാരണം ടസറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് കുറച്ച് സ്റ്റാർച്ച് മുക്കി വേണം അത് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ. നമ്മളിപ്പം വന്നേക്കുന്നത് ആ ഒരു സ്റ്റാർച്ച് മുക്കിയാണ്. വാഷ് ചെയ്യുമ്പോൾ അത് പോകുമ്പോഴത്തേനും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇറക്കും കേട്ടോ. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്റ്റാർച്ച് മുക്കി എടുത്താൽ മതി. ഇത് തേച്ച് ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒരു ലുക്ക് കിട്ടും. ഈ ഒരു സെയിം ലുക്ക് തന്നെ വേണമെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. അതല്ല നമ്മൾ നോർമൽ വാഷ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു പോളിഷ് ലുക്ക് കുറച്ചൊന്ന് കുറയും, കാരണം ആ ഒരു ടസർ ഫിനിഷ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് ഫുൾ വ്യൂയിൽ ഇങ്ങനെയാണ്. ഭയങ്കര റീസണബിൾ പ്രൈസേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്പർ M511, റേറ്റ് 990 മാത്രമേ 990. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് യെല്ലോയുടെ കോമ്പിനേഷൻ ആണ്. ഇത്രയും നല്ല ഷെയ്ഡ്സ് വരുമ്പോൾ നോർമലി ഒരു ശകലം കളർ പോകാനുള്ള ചാൻസ് ഒക്കെ നോർമലി കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്ത് നോക്കി, കളർ കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പോളിഷ് ലുക്ക് കിട്ടണമെങ്കിൽ എന്നാണെങ്കിലും നിങ്ങൾ ആ ഡ്രൈ വാഷിന് കൊടുക്കണം. നോർമൽ വാഷ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു എന്താ പറയുക പോളിഷ്ഡ് ആ ഒരു ലുക്ക് മാറിയിട്ട് നമ്മൾ നോർമലി ചുരിദാറിൻ്റെ ആ ലുക്കിലോട്ട് വരും. സ്റ്റാർച്ച് മുക്കി അത് കഴിഞ്ഞ് തേച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഫുൾ വ്യൂയിലുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്രിന്റ് തന്നെയാണ് കേട്ടോ. നോർമലി ബാട്ടിക്കിൽ വരാറുള്ള പോലെ തന്നെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. സെയിം ഫാബ്രിക് തന്നെയാണ്. നല്ല വലിപ്പമുണ്ട്, ടോപ്പിനും ബോട്ടത്തിനും ഒക്കെ നല്ല വലിപ്പമുണ്ട്, ദുപ്പട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. സ്റ്റാർച്ച് മുക്കിയാണെങ്കിൽ പോലും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിന്റെ നമ്പർ വരുന്നത് M510, റേറ്റ് 990. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ് ആട്ടോ. നോർമൽ റെഡ് അല്ല, പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ്. കോമ്പിനേഷൻ ഗ്രീൻ ആണ്. ഇതിനകത്ത് ഏത് കളർ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവട്ടോ, കാരണം ഓരോ ഷെയ്ഡ്സ് എടുക്കുമ്പോഴും കോമ്പിനേഷൻസ് അത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എല്ലാം ഡിസൈനും ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് വരുന്നത് കേട്ടോ. എല്ലാ രസമാണ് കാണാനായിട്ട്. പിന്നെ ബോട്ടം വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ. ബോട്ടം ഈ സെയിം തന്നെ ഫാബ്രിക് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തെ ആ ഒരു ദുപ്പട്ടയ്ക്കകത്തെ പ്രിന്റ് ആണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നമുക്ക് ദുപ്പട്ട വരുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് M508, റേറ്റ് 990, 990. നമുക്ക് അടുത്ത് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചതിന്റെ ഉൾട്ട കോമ്പിനേഷൻ ആണ്, വേറെ വ്യത്യാസമില്ല കേട്ടോ. ദുപ്പട്ടയും ആ ഒരു എനിക്ക് ഡിസൈൻ ചെറിയൊരു വേരിയേഷൻ കാണും. ഇതിന്റെ ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡിൽ സെയിം മെറ്റീരിയൽ തന്നെ കേട്ടോ. ഫുൾ വ്യൂയിൽ ഇങ്ങനെ വരും. ഇതിന്റെ നമ്പർ വരുന്നത് M512, റേറ്റ് 990, 990. നമുക്ക് അടുത്ത കോമ്പിനേഷൻ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ് ആട്ടോ ടോപ്പിന് വരുന്നത്. കോമ്പിനേഷനിൽ ഒരു ബ്രിക്ക് ഷെയ്ഡിന്റെ ഡാർക്ക് ടോൺ, ഡസ്റ്റി ബ്രിക്ക് എന്ന് പറയാം. ഡസ്റ്റി എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ കളേഴ്സ് ഒക്കെ അത്ര നല്ല ഷെയ്ഡ്സ് ആട്ടോ. കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല രസമാണ്. ബാക്കി ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയായിട്ട് ഈ ഒരു മെറ്റീരിയൽ വരുമ്പോഴത്തേനും ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷനുമാണ്. അങ്ങനെ വരാത്തൊരു കോമ്പിനേഷൻ. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ സെയിം കളർ തന്നെയാണ്, സെയിം പ്രിന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പർ M509, റേറ്റ് 990. നമ്മുടെ ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ഇല്ല കേട്ടോ. ഗ്രീൻ ആൻഡ് റെഡിന്റെ കോമ്പിനേഷൻ ആണ്. ബോട്ടം ഈ സെയിം കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാ കളേഴ്സിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. പ്രിന്റ് ഞാൻ ചെറിയ ചെറിയ വേരിയേഷൻ. ഇതൊരു മാംഗോ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു പ്രിന്റ് തന്നെ. ദുപ്പട്ട വരുന്ന ഒരു റെഡ് ഷെയ്ഡിൽ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഞാൻ വാഷ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതാണ് ബോട്ടത്തിന്റെ പ്രിന്റ്. എൻ്റെ ദുപ്പട്ട വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പോളിഷ് ലുക്ക് പോകുന്നുള്ളതേ ഉള്ളൂ. ആദ്യം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാട്ടോ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ അത് കാണിച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് സ്റ്റാർച്ച് മുക്കിയിട്ട് അയൺ ചെയ്യുമ്പോഴത്തേനും ഓക്കെ ആവും കേട്ടോ. ഇത് ഞാൻ അയൺ ചെയ്യാത്തതിൻ്റെ ഇതാണ്. വേറെ വലിയ വ്യത്യാസമില്ല, ഭയങ്കര സോഫ്റ്റ് ആയി വരും. സ്റ്റാർച്ച് മുക്കി എടുത്താൽ മതിയേ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചത് കേട്ടോ. അല്ലാതെ വേറെ കംപ്ലയിൻസോ ആ ഒരു കളർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമലി എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു സിൽക്ക് മിക്സ് ആയിട്ട് വരുന്നതല്ല. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പോളിഷ് ലുക്ക് കുറച്ച് കുറയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഈ ഒരു ഫിനിഷിലാണ് വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സ്റ്റാർച്ച് മുക്കി തേച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടും. ഈ ഭയങ്കര പോളിഷ്ഡ് എഫക്റ്റ് കിട്ടത്തില്ല. ഇതിന്റെ നമ്പർ വരുന്നത് M507, റേറ്റ് 990.